നബിവാക്യം. സർവലോകരക്ഷിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ 100ൽ 1 ഭാഗം മാത്രമാണ് മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികൾക്കുമായി അവൻ പ്രദാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും പരസ്പരം കരുണയും ദയയും കാണിക്കുന്നതും ദുഷ്ടജന്തുക്കൾ അവയുടെ കുട്ടികളോട് ദയ കാണിക്കുന്നതുമൊക്കെ അതുമൂലമാണ്. ബാക്കി 99 ഭാഗവും തൻ്റെ അടിമകൾക്കിടയിൽ കരുണ ചെയ്യുവാൻ വേണ്ടി പരലോകത്തേക്ക് നീക്കിവച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി 169 പ്രാവശ്യം ആവർത്തിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഖുർആനിലെ 114ൽ 113 അധ്യായങ്ങളുടെ ആരംഭത്തിലും ഈ പറഞ്ഞ വിശേഷണങ്ങൾ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. സാക്ഷാൽ ദൈവത്തിന് രൗദ്രഭാവമോ ക്രൂരമുഖമോ അല്ല, മറിച്ച് കാരുണ്യവും കൃപയും ദയയും സ്ഫുരിക്കുന്ന ഭാവങ്ങളാണുള്ളത്. ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കും ദൈവവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കുന്നു. എന്നാൽ പരലോകത്ത് ദൈവകാരുണ്യത്തിന് അർഹരാകുന്നവർ ഈ ദുനിയാവിൽ അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുന്നവർക്കാണ്. അവൻ്റെ കാരുണ്യം ലഭിക്കാതെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്.